ന്യൂസ് ആൻഡ് വിസിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്തും അനുബന്ധ വിഷയങ്ങളും പൊടിപ്പും തൊങ്ങലും വെച്ച് ഉള്ളതും ഇല്ലാത്തതും ഇടകലർത്തി പ്രചരിപ്പിക്കുന്നു. എന്നാൽ കൈരളി ന്യൂസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ ചില വസ്തുതകൾ മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കുകയാണ്. MK മുനീറിൻ്റെ അമാന എംബ്രേസ് പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയിൽ നിറയെ സ്വർണ്ണക്കടത്തുകാർ. കൊഫാപ്പോസ പ്രകാരം ജയിൽവാസം അനുഭവിച്ച അബൂലൈസിന് പിന്നാലെ OK സലാമും. ഇന്നലെ മുനീർ പറഞ്ഞ വാദങ്ങളൊക്കെ ഇവിടെ പൊളിയുകയാണ്. രാമനാട്ടുകരയിൽ നടന്ന അപകടവും ഇതേ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും തെളിയുന്നു. KT ജലീൽ പറഞ്ഞത് പണ്ട് ലീഗുമായി ബന്ധമുള്ള ഒരു പണ്ഡിതൻ അടക്കം സ്വർണം കടത്തിയിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ തെളിവുകൾ അദ്ദേഹം തർക്കമുണ്ട് എങ്കിൽ പിന്നീട് പുറത്തുവിടുമെന്നും പറയുന്നു. യുവാക്കളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് സ്വർണ്ണക്കടത്തിന് ഉപയോഗിക്കുന്നതിനെ മതപണ്ഡിതർ ബോധവൽക്കരണം നടത്തണമെന്ന് പറഞ്ഞതാണോ കുറ്റം? പ്രതികളെ ഉൾപ്പെടുത്തി സംരംഭങ്ങൾ നടത്തുന്ന MK മുനീർ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ മറുപടി എന്ത്? നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: വി വസീഫ്, DYFI നേതാവ്; സേനാപതി വേണു, കോൺഗ്രസ് നേതാവ്; ഒപ്പം ഇടത് നിരീക്ഷകനും നിയമവിദഗ്ധനുമായ അഡ്വക്കേറ്റ് ലാൽകുമാർ നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കും. ആദ്യം ഈ വാർത്ത പുറത്തെത്തിച്ച കൈരളി ന്യൂസ് ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടനിലേക്ക് തന്നെ പോവുകയാണ്. ആദ്യം PV കുട്ടൻ, ഈ അമാന എംബ്രേസുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണക്കടത്തുകാരുടെ ബന്ധം കൈരളി ന്യൂസാണ് പുറത്തുവിട്ടത്. കുട്ടനാണത് റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, അതിൽ ആദ്യം പറഞ്ഞിരുന്ന അബൂലൈസുമായി ബന്ധമില്ല എന്ന വാദങ്ങളൊക്കെയായിരുന്നു ഇന്നലെ MK മുനീർ നിരത്തിയത്. ഇന്നിപ്പോൾ അതിൻ്റെ ഫോളോ അപ്പായി കൈരളി ന്യൂസ് പുറത്തുവിട്ട വാർത്തയിൽ കൂടുതൽ പേർ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്തൊക്കെയാണ് ഇവിടെ പുതിയ കണ്ടെത്തലുകളായി ഇന്ന് നൽകിയത്? അവിടെ MK മുനീർ പറഞ്ഞതിലെ വൈരുദ്ധ്യം എന്തൊക്കെ? ഈ MK മുനീറിന്റെ പദ്ധതിയെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും തൊഴിൽ തേടി ദുബായിലെത്തുന്നവർക്ക് 2 മാസം സൗജന്യ താമസം ഒരുക്കുന്ന പദ്ധതിയാണ് മുതിർന്ന ലീഗ് നേതാവും മുൻ മന്ത്രിയുമൊക്കെയായ MK മുനീർ MLA തയ്യാറാക്കിയിരിക്കുന്നത്. അമാന ഗോൾഡ് ഗ്രൂപ്പുമായി ചേർന്നാണ് ഈ പദ്ധതി, അതായത് അമാന എംബ്രേസ് എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മുനീർ നവമാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ പ്രചാരണം സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രസ്റ്റേജ് പദ്ധതി എന്ന രീതിയിലാണ് ഈ പദ്ധതി അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണം നമ്മൾ നടത്തിയപ്പോഴാണ് ഈ പദ്ധതിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചില പ്രതികളൊക്കെ ഈ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയിൽ എത്തി എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വിവരം, കേരള സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന വിവരം നമുക്ക് ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ നമ്മുടെ അന്വേഷണത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ കൊഫേപ്പോസ പ്രകാരം ശിക്ഷിച്ച അബുലൈസിനെ കുറിച്ചുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. അബുലൈസ് ഈ പദ്ധതിയുടെ അമാന എംബ്രേസിന്റെ ഗവേണിംഗ് ബോഡിയിലേക്ക് എത്തുന്നു. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും ഉൾപ്പെടെ അറിയാം, അബുലൈസ് എന്നുള്ള പേര് വളരെ പരിചിതമാണ്. കൊഫേപ്പോസ പ്രകാരം ഈ സ്വർണ്ണക്കടത്ത് കേസിൽ തടവിലിട്ട വളരെ കുപ്രസിദ്ധമായ രീതിയിൽ ഉള്ള ഒരാളാണ് അബുലൈസ്. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2013 കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണം കടത്തിയ കേസിൽ എയർ ഹോസ്റ്റസ് അറസ്റ്റിലായിരുന്നു. ഈ കേസിലെ മുഖ്യപ്രതിയാണ് അബുലൈസ്. ആ ഘട്ടത്തിൽ തന്നെ പല കേസുകൾക്കകത്തും അബുലൈസിന്റെ പേരുകൾ പരാമർശിച്ചിരുന്നു. പക്ഷേ ഈ 2013 കേസെടുത്ത ഉടൻ തന്നെ അബുലൈസ് ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് 2017 അബുലൈസിനെ അറസ്റ്റ് ചെയ്യുന്നത്. കൊടുവള്ളിയിലെ സജീവ ലീഗ് പ്രവർത്തകൻ കൂടിയാണ് അബുലൈസ്. കേരളത്തിനകത്തും പുറത്തുമുള്ള വിമാനത്താവളങ്ങൾ വഴി സ്വർണം കടത്ത സംഘത്തിലെ പ്രധാന നേതാവാണ് ഇദ്ദേഹം എന്നുള്ളത് വളരെ കൃത്യമായ വിവരമാണ്. ഇയാളെയാണ് ലീഗ് നേതാവിന്, അതായത് MK മുനീർ തന്റെ പദ്ധതിയുടെ മുഖ്യ സംഘാടകനായി നിയമിച്ചത്. ഈ വാർത്തയായിരുന്നു കൈരളി ന്യൂസ് ആദ്യം പുറത്തുവിട്ടത്. അതിനെ തുടർന്ന് ആദ്യഘട്ടത്തിലൊന്നും MK മുനീറിന്റെ പ്രതികരണം ഉണ്ടായിരുന്നില്ല. പക്ഷെ 2ാമത്തെ ദിവസം MK മുനീർ പ്രതികരണവുമായി രംഗത്ത് വന്നു. അബുലൈസിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന തരത്തിൽ അബുലൈസിന്റെ കേസൊക്കെ പഴയ കേസാണ്, അതൊന്നും ഇപ്പോൾ വിഷയമല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ പള്ളിയെ ഭീകര കേന്ദ്രമാക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നതുൾപ്പെടെയുള്ള വളരെ വിവാദപരമായ പ്രസ്താവനയും MK മുനീറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തനിക്ക് സ്വർണ്ണക്കടത്തുകാരുമായി ഒരു ബന്ധവുമില്ല, തന്റെ പദ്ധതിയിൽ അങ്ങനെ ഒരാളുമില്ല എന്നുള്ള പരാമർശം, എന്നുള്ള വിശദീകരണവും MK മുനീർ നടത്തി. പിന്നീടാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക്, ഈ അമാന എംബ്രേസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. ആ ഘട്ടത്തിലാണ് അബുലൈസ് മാത്രമല്ല, അതിനകത്ത് വേറെയും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട
വേറെയും ചില ആൾക്കാർ ഈ പദ്ധതിക്ക് ഇതിന്റെ ഗവേണിംഗ് ബോഡിയിലുണ്ട് എന്നുള്ള വളരെ സുപ്രധാനമായ വിവരം കൈരളി ന്യൂസിന് ലഭിക്കുന്നത്. അത് തെളിവ് സഹിതമാണ് കൈരളി ന്യൂസ് ആ വാർത്ത ഇന്ന് പുറത്തുവിട്ടത്. കൂടുതൽ സ്വർണ്ണക്കടത്തുകാർക്ക് മുനീറിന്റെ പദ്ധതിയുമായി ബന്ധമുണ്ടെന്ന വിവരങ്ങൾ കൈരളി ന്യൂസ് തെളിവ് സഹിതം പുറത്തുവിടുകയായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട അജിംഷാദെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാരണം കേരളത്തിനകത്തും പുറത്തുമുള്ള വിമാനത്താവളങ്ങൾ വഴി നിരവധിയായ സ്വർണ്ണക്കടത്തുകൾ പല ഘട്ടങ്ങളായി നടന്നിരുന്നു. അതൊക്കെ പിടിക്കുമ്പോൾ വാർത്തയായി വരുമായിരുന്നു. പക്ഷെ കേരളം ഏറെ ഞെട്ടിയ ഒരു സംഭവം എന്നുള്ളത് 2021 നടന്ന 2021 ജൂൺ മാസം 21 നടന്ന ഒരു സംഭവമാണ്. കരിപ്പൂർ എയർപോർട്ടിന്റെ പരിസരത്ത് രാമനാട്ടുകരയിൽ വെച്ച് 5 യുവാക്കൾ ഒരു അപകടത്തിൽ 5 യുവാക്കൾ മരിക്കുന്നു രാമനാട്ടുകരയിൽ വെച്ച്. അത് സ്വാഭാവികമായ അപകടമാണ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലുള്ള ഒരു വിവരം. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം അത് സ്വാഭാവികമായ ഒരു അപകടം എന്നാണ്. പക്ഷെ പിന്നീടാണ് ആ അപകടത്തിന് പിന്നിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അവിടെ സ്വർണ്ണക്കടത്ത് സംഘം സ്വർണം കടത്തുന്നു, അത് പൊട്ടിക്കാൻ വേണ്ടി മറ്റൊരു സംഘം എത്തുന്നു, അത് അവരെ പിടിക്കാൻ വേണ്ടി വേറൊരു സംഘം എത്തുന്നു. ആ ഘട്ടത്തിലുണ്ടായ അപകടത്തിലാണ് ഈ 5 പേർ മരിച്ചത്. ആ ഞെട്ടിക്കുന്ന സ്വർണ്ണക്കടത്തിനകത്തെ മുഖ്യ ആസൂത്രകനായ സലാം സലാം എന്നൊരാളാണെന്ന് കസ്റ്റംസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായ വിവരങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതായത് MK മുനീർ പറഞ്ഞത് തനിക്ക് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമില്ല എന്നുള്ളതാണ്. പക്ഷേ 2021 ഞാൻ നേരത്തെ വിശദീകരിച്ച പ്രമാദമായ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ അബ്ദുൽ സലാം എന്ന സലാം ഈ അമാന എംബ്രേസിന്റെ ഗവേണിംഗ് ബോഡിയിലുണ്ട്. ഈ ഗവേണിംഗ് ബോഡിയിലെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം 5ാമത്തെ പേരിലെ സലാം എന്ന് പറയുന്നത് ഈ അബ്ദുൽ സലാമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേസിനകത്തെ വളരെ നിർണായകമായ പങ്ക് ഇയാൾക്കുണ്ടെന്നാണ് കസ്റ്റംസിന്റെ രേഖകൾ, ഇത് നമ്മൾ പറയുന്നതല്ല, കസ്റ്റംസിന്റെ അന്വേഷണ രേഖകൾ വ്യക്തമാക്കുന്നതാണ്. ഈ ഷോക്കോസ് നോട്ടീസിന്റെ പകർപ്പാണ് കൈരളി ന്യൂസ് ഇന്ന് രാവിലെ പുറത്തുവിട്ടത്. അതേസമയം തന്നെ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥർ നമ്മോട് പറയുന്നത് ഈ കേസിനകത്ത് നിരവധി തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സലാം തയ്യാറായില്ല. ഈ ഘട്ടത്തിൽ സലാമിന്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കണം. സ്വർണ്ണക്കടത്ത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. അബ്ദുൽ സലാം വളരെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണ്. കൊടുവള്ളിയിലെ പ്രവർത്തകർ, മുൻ പഞ്ചായത്ത് മെമ്പറാണെന്ന് ഉൾപ്പെടെയുള്ള ലീഗിന്റെ പഞ്ചായത്ത് മെമ്പറാണെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അജിംഷാദെ KMCCയുടെ ദുബായ് KMCCയുടെ പ്രധാനപ്പെട്ട ഭാരവാഹി കൂടിയാണ് ഈ പറയുന്ന സലാം. അപ്പോൾ അബുലൈസിനെ ന്യായീകരിച്ച MK മുനീർ സലാമിന്റെ കാര്യത്തിനകത്ത് എന്താണ് പറയുക, എന്ത് ന്യായീകരണമാണ് പറയുക എന്ന് സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം കൂടിയാണ് അജിംഷാദെ. തീർച്ചയായും. PV കുട്ടൻ, ഞാൻ കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണുവിലേക്ക് പോവുകയാണ്. ശ്രീ സേനാപതി വേണു, UDFന്റെ പ്രധാന ഘടകകക്ഷികളിലൊന്നായ മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവായ MK മുനീർ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടാകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളുള്ള ഈ അമാന എംബ്രേസ് പദ്ധതിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. അപ്പോൾ സ്വർണ്ണക്കടത്തും അതിലെ ലീഗ് ബന്ധവും കൂടുതൽ സുവ്യക്തമാവുകയാണോ? ഇത് അന്വേഷിക്കണമെന്നൊക്കെ DYFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, DYFIക്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാം. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ PV കുട്ടന് തനിക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പങ്കുവയ്ക്കാം. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. ഇവിടെ അമാന എംബ്രോസ് എന്ന് പറയുന്ന ഈ പദ്ധതി, ഇത് കൊടുവള്ളിയുടെ MLA മുസ്ലിം ലീഗിന്റെ പരിണിതപ്രജ്ഞനായ നേതാവ് ശ്രീ MK മുനീർ, അദ്ദേഹം ഈ പദ്ധതി കൊണ്ടുവരാൻ ഇതിന്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പല ഘട്ടങ്ങളിലും ഗൾഫ് നാടുകളിൽ പോകുന്ന ചെറുപ്പക്കാർ ഈ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ തട്ടിപ്പ്, അതല്ല എങ്കിൽ വിസ തട്ടിപ്പ്, ഇതിലൊക്കെ പെട്ട് ഇവർ ദുരിതം അനുഭവിക്കുന്നു, ജയിലിലേക്കൊക്കെ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അപ്പോൾ ഇവർക്ക് അവിടെ ചെല്ലുമ്പോൾ സുരക്ഷിതമായിട്ട് എത്തിച്ചേരാനും ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിന് വേണ്ടി ഒരു സഹായം എന്ന നിലയിലാണ് ഇത് തുടങ്ങുന്നതെന്നാണ് അദ്ദേഹം ഇതിന്റെ ഒരു ഉദ്ഘാടന സമയത്ത് ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഞാൻ സാന്ദർഭികമായിട്ട് ഇവിടെ പറയുക. ഇവിടെ അല്ല ഞാൻ പറഞ്ഞോട്ടെ, എന്നെ സംസാരിക്കാൻ. അപ്പോ ഇവിടെ ഇപ്പോ നിങ്ങളുടെ ലേഖകൻ സുഹൃത്ത് കുട്ടൻ ഒരു ആരോപണം അത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. സലാം എന്ന് പറയുന്ന അബ്ദുൾ സലാം ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി പറയുന്നതേ, അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ട് എങ്കിൽ അന്വേഷിക്കാനുള്ള അന്വേഷണ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. മറിച്ച് MK മുനീറിനെ പോലെ സംശുദ്ധമായ പൊതുജീവിതം നയിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ മറ്റെന്തോ കാരണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ താറടിക്കാനായി
ഇങ്ങനെ ഒരു കാര്യത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ഞാൻ എല്ലാ ഉത്തരവാദിത്വത്തോടു കൂടി UDF-ന്റെ പ്രതിനിധി എന്ന നിലയിൽ, കോൺഗ്രസിന്റെ വക്താവ് എന്ന നിലയിൽ എല്ലാ ഉത്തരവാദിത്വത്തോടു കൂടി ഞങ്ങൾ പറയുന്നു, ഗവൺമെന്റ് ഇനിയിപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പറ്റുന്നില്ല എങ്കിൽ കേന്ദ്രത്തിൽ ശുപാർശ ചെയ്ത് നിങ്ങൾ അന്വേഷണം നടത്ത്. ആ അന്വേഷണത്തിൽ OK സലാം എന്ന് പറയുന്ന ആളോ അയാൾക്കോ ഇല്ലെങ്കിൽ അയാൾ ഉൾപ്പെട്ട ആർക്കെങ്കിലും സ്വർണം കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിച്ചോളൂ. ആ ഒപ്പം തന്നെ നിങ്ങൾ അന്വേഷണം നടത്തിക്കൂ. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇന്നലെ ശ്രീ MK മുനീർ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞത് തുറന്ന പുസ്തകമാണ്. അതിലൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ എന്താ പറഞ്ഞ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാനുള്ള കാര്യം വളരെ ഈ തുറന്ന പുസ്തകങ്ങൾ എല്ലാം തുറന്നു തന്നെ ഇരിക്കും, പക്ഷേ 2 പേജ് മാത്രമേ കാണാൻ കഴിയൂ, ബാക്കിയുള്ളതെല്ലാം അടഞ്ഞു തന്നെയാണ്. ബാക്കി സീൽ ചെയ്തിട്ടില്ല. യു ക്യാൻ ഓപ്പൺ ഓൾ ദ പേജസ്. നിങ്ങൾക്ക് എല്ലാ പേജും തുറന്നു നോക്കാം, എല്ലാ പേജും പഠിക്കുകയും ചെയ്യാം. കാരണം MK മുനീർ എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഈ ഒരു സുപ്രഭാതം കൊണ്ടുണ്ടായ രാഷ്ട്രീയ ഒന്നുമല്ലല്ലോ. അദ്ദേഹം പരിണിതപ്രജ്ഞനായ മുഹമ്മദ് കോയ സാഹിബിന്റെ മകൻ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ മന്ത്രിയായി അല്ലെങ്കിൽ MLA ആയി, നിരവധി വട്ട MLA-യും മന്ത്രിയും ഒക്കെ ആയി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് കേരളത്തിന്റെ പൊതുസമൂഹം നേരിട്ട് കാണുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാളെ എന്തിന്റെയൊക്കെ പേരിൽ ആക്ഷേപിക്കാൻ നടക്കുന്ന ഈ ശ്രമം അത് മറ്റ് ചില കാര്യങ്ങളുടെ ഒരു കൂട്ടിക്കെട്ടലായിട്ട് ആണ് എന്ന് ഞാൻ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. ഇനി ഇവിടെ ശ്രീ KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അത് ഇന്നിപ്പോ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും അതിലേക്ക് നമുക്ക് വരാം. അടുത്ത എല്ലാവരും ഒന്ന് പറയട്ടെ, ഒരു റൗണ്ട് കഴിയട്ടെ. വി വസീഫ്, നോക്കൂ, ഇവിടെ PK ഫിറോസും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇത്തരത്തിൽ സംശയങ്ങളുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം, അല്ലെങ്കിൽ അതൊക്കെ പുറത്തെത്തണം എന്നുള്ള കാര്യം ലീഗ് തന്നെ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇതിപ്പോൾ DYFI ആവശ്യപ്പെട്ടിട്ടുണ്ട്, സ്വർണ്ണക്കടത്തുകാരുമായുള്ള ബന്ധം, ഈ അമാന എംബ്രേസിൻ്റെ സ്വർണ്ണക്കടത്തിലേക്കുള്ള ബന്ധം, പിന്നീട് KT ജലീൽ നേരത്തെ ഉന്നയിച്ചതുപോലെ യുവാക്കളെ കൂടുതലായി ഈ സ്വർണ്ണക്കടത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു റാക്കറ്റ്, അതിൽ ഉൾപ്പെടുത്തുന്ന റാക്കറ്റ്, അതിനെതിരായി ചില ബോധവൽക്കരണം നടത്തണം. ഇതൊക്കെ ഒരു വലിയ വിഷയമായി ഇതിൻ്റെ മുമ്പിൽ അവതരിക്കുമ്പോൾ MK മുനീർ എന്ന നേതാവിനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഇതുമായി കൂട്ടിക്കെട്ടാനുള്ള ഒരു കുൽസിത ശ്രമം നടക്കുന്നു എന്നാണ് സേനാപതി വേണു ആരോപിക്കുന്നത്. ജംഷാദ്, ഇവിടെ ഇവരുടെ ഒരു പ്രത്യേകത അതാണ്. ഇവർക്ക് നേരെ ആരോപണങ്ങൾ വന്നാൽ അത് എത്ര തെളിവുണ്ടാകട്ടെ, അത് ഇവർ പല പല കാരണങ്ങൾ പറഞ്ഞ് അതിനെ അങ്ങ് മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കും, അതിൽ നിന്ന് ശ്രദ്ധ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ തന്നെ ഈ ആരോപണം വന്നു, ഞാൻ ആ ആരോപണത്തിലേക്ക് വരാം. എനിക്ക് വലിയൊരു അത്ഭുതം തോന്നിയത് മുനീറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എത്ര വിദഗ്ധമായിട്ടാണ് അദ്ദേഹം ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിയെന്നറിയോ? ആ സ്റ്റേറ്റ്മെൻറ്റ് മാധ്യമം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു: മലപ്പുറത്തെ പോലെ, നോക്കണം നിങ്ങൾ, മലപ്പുറത്തെ പോലെ കൊടുവള്ളിയെയും CPM ഭീകര കേന്ദ്രമാക്കുന്നു എന്നുള്ളതാണ്. എങ്ങോട്ടേക്കാണ് ഈ ഒരു ആരോപണത്തെ കുട്ടൻ കൊണ്ടുവന്നു? ഈ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഈ സ്വർണ്ണക്കടത്ത് ഇടപാട് നടത്തുന്നവരുമായിട്ടുള്ള ബഹുമാന്യനായ MLA-യുടെ ബന്ധത്തെ ഇദ്ദേഹം തന്നെ കൊണ്ടുപോകുന്നത്. CPM-നെ എന്തിനാ ഇങ്ങനെ, അതും ഭീകര കേന്ദ്രമായി കൊടുവള്ളിയെ മാറ്റുന്നു എന്ന് മുനീർ പറഞ്ഞു വെക്കുക? എന്താ ഇവർ ഉദ്ദേശിക്കുക? അതിൽ മലപ്പുറത്തെ പോലെ എങ്ങനെയുണ്ട്? എന്താ ഇവർക്ക് ഇതിൽ പറയാനുള്ളത്? സേനാപതി വേണുവിൻ്റെ അഭിപ്രായം എന്തായിരിക്കും ഇതിനകത്ത്? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും? ഇവിടെ ഞങ്ങളാരും MK മുനീറിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടില്ലല്ലോ. സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളല്ല വന്നത്. ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിനൊരു വിവരം കിട്ടി, അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു. അന്വേഷണത്തിൽ വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഈ ഞങ്ങളുടെ കോഴിക്കോട് രാമനാട്ടുകരയിൽ വെച്ച് 5 പേര് മരണത്തിനിടയായ ഒരു വല്ലാത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ സ്വർണം പൊട്ടിക്കൽ, സ്വർണ്ണക്കടത്തുമായിട്ടൊക്കെ അന്നാണ് കൂടുതൽ ഗൗരവത്തോടു കൂടി കേരളം ഇതിനെക്കുറിച്ചൊരു വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി വല്ലാത്ത രീതിയിൽ. ആ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട് എന്ന് പറയുന്ന ആള് അന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗൾഫിലേക്ക് കടന്ന ആള് ഇവരുടെ ഈ MK മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയായി നിൽക്കുന്നു
എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ? ഇവർക്ക് കോൺഗ്രസിന് ഇത് പ്രശ്നമായിരിക്കില്ല, മുസ്ലിം ലീഗിന് ഇത് പ്രശ്നമായിരിക്കില്ല, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു പ്രശ്നമാണ്. കള്ളക്കടത്തിനാണ് കൂട്ടു നിൽക്കുന്നത് എന്നാ അതിൻ്റെ ഉത്തരം. ഇതിൽ തന്നെ ഇവർ പറയുന്നത് പോലെ അല്ലല്ലോ. നോക്കൂ നിങ്ങൾ, ഇവിടുന്ന് ഈ യുവജനങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുന്നു, അവിടുന്ന് തിരിച്ചു ഇവർ വരുന്നു. എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യങ്ങൾ ഈ പുറം ലോകമൊക്കെ ചർച്ച ചെയ്ത് നമുക്കറിയാമല്ലോ. ഈ സ്വർണ്ണക്കടത്തിന് ആരെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. ഇങ്ങനെ തുടർച്ചയായി ഈ സ്വർണം കടത്താൻ ആളുകളെ കൊണ്ടുപോകുന്നു, ഈ ആളുകളെ തിരിച്ച് അവിടുന്ന് ഇതുപോലെ ജോലി നഷ്ടപ്പെടുന്നവരെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ കൈകളിൽ ഗത്യന്തരമില്ലാത്തവരുടെ, പാവപ്പെട്ടവരുടെ, ഈ ചെറുപ്പക്കാരുടെ കൈകളിൽ അല്ലെങ്കിൽ മറ്റു പലരുടെയും കൈകളിൽ ഇത് കൊടുത്തയക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം ഈ സമൂഹത്തിലില്ലേ? ആ ആക്ഷേപത്തിന് ഫലം വരുന്ന തരത്തിലേക്ക്, അതിനെ ഒന്ന് ഉറപ്പിച്ചു നിർത്തുന്ന തരത്തിലേക്കുള്ള ഒരു കണ്ടെത്തലല്ലേ ഇപ്പോൾ, ഒരു വെളിപ്പെടുത്തലല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്? ഇവിടെ ഈ കേരളത്തിൽ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി നടക്കുന്ന ചർച്ചകളിലെല്ലാം മുസ്ലിം ലീഗ് ഒരു ഡിഫൻസ് മെക്കാനിസം എടുക്കുന്നുണ്ട്. അത് ഞങ്ങളെക്കുറിച്ച് പറയരുത്, മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ് അയ്യോ മലപ്പുറം എന്തോ ഒരു പ്രത്യേക കേന്ദ്രമാണ്, അത് ഇവരുടെ കേന്ദ്രമാണ് എന്നുള്ള നിലക്കാ പറയുന്നത്. അതുപോലെ ഇപ്പോൾ MK മുനീർ പറഞ്ഞു വെക്കുകയാണ്, ഈ CPM ഭീകര കേന്ദ്രമാക്കി കൊടുവള്ളിയെ മാറ്റുന്നു. എത്ര ഗൗരവത്തോടു കൂടി കാണണം ഈ ആക്ഷേപത്തെ. CPM അങ്ങനെ ഈ ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ CPM ആണോ ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ കൊടുവള്ളിയെ ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ഈ MK മുനീറാണ്. ഈ സ്വർണ്ണക്കടത്തുകാരുമായിട്ടുള്ള ഈ അവിഹിതമായ ബന്ധവും അവരെ ഇടപെടിപ്പിച്ചുകൊണ്ടുള്ള ഇടപാടുകളും എല്ലാം കൊണ്ടാണ് ഈ കൊടുവള്ളിയെ ഇനി ഭീകര കേന്ദ്രമാക്കുകയാണെങ്കിൽ ആക്കാൻ ശ്രമിക്കുന്നത്. അത് MK മുനീറും മുസ്ലിം ലീഗുമാണ്. അവരിതിന് മറുപടി പറയണ്ടേ? അവർ മറുപടി പറയണം. അതാ ഞങ്ങൾ DYFI ഉന്നയിക്കുന്നത്, സമഗ്ര അന്വേഷണം വേണം. ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു സാധാരണ MLA മാത്രമല്ല ഈ MK മുനീർ, മുൻ മന്ത്രിയാണ്, അവരുടെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അബുലൈസിനെ കുറിച്ച് കൈരളി ഉന്നയിച്ചപ്പോൾ അതൊക്കെ പഴയ കേസല്ലേ എന്നുള്ളതാ. അതിന്റെ അർത്ഥം എന്താ? ഇദ്ദേഹത്തിന് ഇവരെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് എന്നുള്ളതാ. ഇവരുമായിട്ടൊക്കെ ഒരുമിച്ചുള്ള ഫോട്ടോകളും ഇവരുമായിട്ട് ഒരുമിച്ച് ഈ വിദേശത്ത് പോകുമ്പോൾ കാണുന്നു, ഇവരുമായിട്ട് ഇടപെടുന്നു, ഇവരുമായിട്ടുള്ള വല്ലാത്ത ബന്ധമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി ഉടൻ പുറത്തു വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ പേരുണ്ട്, OK സലാം, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഈ KMCC എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹിയാണ് കൊടുവള്ളിയിലെ. അങ്ങനെയുള്ള ഒരാള് ഇതുപോലെ ഈ സ്വർണ്ണക്കടത്തിന് ബന്ധപ്പെടുന്ന ഒരാള് MK മുനീറിന്റെ ടീമിൽ നിന്നുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഇടപെടും എന്നുള്ളതിൽ ആർക്കാ സംശയമുള്ളത്? ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഇനിയും ഇരിക്കേണ്ടി വരും. കേരളം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇനിയും വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. എന്നിട്ട് അതിനെ ഒരു വില കുറഞ്ഞ ആക്ഷേപമാക്കി പ്രതിനിധി PV കുട്ടൻ തന്നെ പറഞ്ഞു, രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നാളെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരും. അപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാർ, നോക്കൂ, ഇവിടെ ഒരു സാമാന്യ യുക്തിയുടെ മാത്രം വിഷയമാണ്. സ്വർണ്ണക്കടത്ത് നടക്കുന്നു, സ്വാഭാവികമായും അത് പോലീസ് പിടികൂടുന്നു, കസ്റ്റംസ് പലതും പിടികൂടാതെ വിടുന്നു, പോലീസ് അത് പിടികൂടുന്നു. ആ വിഷയത്തിലേക്കൊന്നും നമ്മളിപ്പോൾ പോകേണ്ടത്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കാരണം അതിൻ്റെ കണക്കുകളൊക്കെ ഉണ്ട്. കാരണം UDF കാലത്ത് പിടികൂടിയത് 373 കേസുകളാണെങ്കിൽ LDFിൻ്റെ കാലത്ത് ഇതുവരെ പിടികൂടിയത് 2709 കിലോ സ്വർണ്ണമാണ്. അതായത് ഏതാണ്ട് 2730ഓളം വരുന്ന കേസുകൾ. ഇതൊക്കെ വസ്തുതകളായുണ്ട്. ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, MK മുനീറിൻ്റെ ഇപ്പോൾ വസീഫ് പറഞ്ഞതുപോലെ, സേനാപതി വേണു പറഞ്ഞതുപോലെ, ഈ എംബ്രേസുമായി ബന്ധപ്പെട്ട്, അമാന എംബ്രേസുമായി ബന്ധപ്പെട്ട് 2 സ്വർണ്ണക്കടത്തുകാർ വരികയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായിട്ടുള്ളവർ, ജയിൽവാസം അനുഭവിച്ചവർ, ഇവരൊക്കെ വരികയാണ്. സ്വാഭാവികമായും ഇവിടുന്ന് പോകുന്ന യുവാക്കളെ അവിടെ താമസിപ്പിച്ച് സൗകര്യങ്ങൾ നൽകി ഇവരെ ക്യാരിയർമാരാക്കൂടെ? അങ്ങനെ സ്വാഭാവികമായി സംശയിച്ചുകൂടെ? അങ്ങനെയുള്ള ഒരു സംവിധാനം ഈ സ്വർണ്ണക്കടത്തുകാർക്ക് കേസൊക്കെ കഴിഞ്ഞപ്പോൾ മനം മാറ്റം ഉണ്ടായെന്ന് വിശ്വസിക്കാനാകുമോ? അതിൻ്റെ സാമാന്യ യുക്തി എന്താണ് സംസാരിക്കുന്നത്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അമാന എംബ്രേസ്
എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടെ ഏതാണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ആ കമ്പനിക്ക് വേണ്ടി സ്വർണം കടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ആരോപണം. എൻ്റെ അതിനെക്കാട്ടിലും വലിയ ഗൗരവമുള്ളൊരു പ്രശ്നമായി ഞാൻ കാണുന്നത്, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ആൾക്കാർക്ക് അവിടെ പോയി, അല്ലെങ്കിൽ ദുബായിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി താമസിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി അവരറിയാതെ തന്നെ അവരെ ക്യാരിയേഴ്സ് ആക്കുവാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ മുന്നിൽ നിൽപ്പുണ്ട്. തീർച്ചയായും അതൊക്കെ അന്വേഷിക്കണം. അതറിയാതെ തന്നെ അവർ ക്യാരിയേഴ്സ് ആകുകയും പിന്നെ ഇതിനകത്തേക്ക്, ഈ വിഷയ സർക്കിളിനകത്തേക്ക് അവർ പിന്നീട് വീണ് പോവുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആ വിഷയ സർക്കിളിൽ തന്നെ കിടന്ന് കളിക്കുകയാണോ എന്നും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പം അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം വ്യക്തമായി വന്നാൽ മാത്രമേ ആധികാരികമായി ഈ വിഷയത്തിലൊരു അഭിപ്രായം പറയാൻ പറ്റൂ. പക്ഷേ ഈ വിഷയം അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അതുണ്ടാക്കുന്ന ഒരു സോഷ്യൽ പ്രോബ്ലം വലിയ പ്രോബ്ലമാണ്. ഇപ്പം ഞാൻ ഇന്ന് മറ്റൊരു ചാനലിൽ, ഇപ്പം കൈരളിയല്ല മറ്റൊരു ചാനലിൽ ഇതേ സ്വർണ്ണ കടത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അമാന ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കേട്ടു. അപ്പം പലയിടങ്ങളിലായി ഈ പേര് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. അത് ആശങ്ക ജനിപ്പിക്കുന്നതാണ്. അതിൻ്റെ സാമ്പത്തിക പ്രശ്നത്തിനുപരി അതുണ്ടാക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് ഞാൻ പെട്ടെന്ന് വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രൈം എന്ന് പറയുന്ന ഫാക്ടർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒഫൻസുകൾ നടക്കുന്നുണ്ടെങ്കിലും അതിനു മുകളിൽ ഉള്ളൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ ചെറുപ്പക്കാർ ഒരു സഹായം അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ പോവുക, അവർ ഇൻഡയറക്റ്റ്ലി അതിനകത്ത് വന്ന് പിടുക. ആ ഗ്രൂപ്പിനകത്ത് വന്ന് വീണാൽ, നിങ്ങളുടെ ഒരു ക്യാരിയറായി മാറിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഇല്ലെജിറ്റിമേറ്റ് ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തിട്ടുള്ള ഒരാളെ നിങ്ങളുടെ കൈ കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ സ്വർണ്ണക്കടത്തിന് മാത്രമല്ല പിന്നെ മറ്റു കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ പല ആസ്പെക്റ്റുകളുണ്ട്. അപ്പം ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നു എന്നൊരു വാദം ഞാൻ പെട്ടെന്ന് വെക്കുന്നില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനിപ്പം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനൊക്കെ ഇങ്ങനെയുള്ളൊരു അന്വേഷണത്തിന് താല്പര്യം വരുമോ എന്ന് അറിയില്ല. കാര്യം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സാധാരണഗതിയിൽ കോൺഗ്രസ്സിന് എതിരായിട്ട് എന്തെങ്കിലും കേരളത്തിൽ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇവിടെ അടുത്ത ഒരു ആസ്പെക്റ്റ് ഈ പറയുന്ന മലപ്പുറം, ഇപ്പം വസീഫ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. മലപ്പുറവും കൊടുവള്ളിയും ചേർത്ത് മുനീർ സാഹിബ് പറഞ്ഞൊരു കാര്യമാണ്. അത് അദ്ദേഹം അത് പറയും. കാരണം നോക്കൂ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏറ്റവും കൂടുതൽ CPIM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും മലപ്പുറമാണ്. മലപ്പുറത്തെ നോക്കൂ, CAA വരുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിം ജനസാമാന്യം നേരിടുന്നതിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ CPIM-ഉം അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുസ്ലിം വോട്ടേഴ്സിനെ കോൺഫിഡൻസിലെടുക്കാനും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ലീഗാണെങ്കിൽ ഈ പറയുന്ന വലിയ ചർച്ചകൾ നടക്കുമ്പം പാർലമെൻറ്റിൽ പോലും വരാതിരിക്കുകയും ഈ പറയുന്ന മുസ്ലിം ജനങ്ങളുടെ വിഷയം അവർ ജയിപ്പിച്ചു വിട്ടതാണെങ്കിലും അത് കൃത്യമായി പറഞ്ഞവതരിപ്പിക്കാൻ അവർ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗിന് ഈ പറയുന്ന മുസ്ലിം വോട്ടേഴ്സിനകത്ത് അവർക്കൊരു കോൺഫിഡൻസ് കുറവ് വന്നിട്ടുണ്ട്. ആ സ്പേസിലേക്ക് CPIM വരുമ്പം അല്ലെങ്കിൽ കടന്നു കയറാനൊരു വലിയ ശ്രമം നടത്തുമ്പം ഈ പറയുന്ന രീതിയിലുള്ള മലപ്പുറത്തിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ, കൊടുവള്ളിക്കെതിരെ എന്നുള്ള വാദം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വാദം. ഏറ്റവും എളുപ്പമായിട്ട് ആ ഇമോഷൻ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന മലപ്പുറമൊന്നും അല്ലെങ്കിൽ ഓരോ കാര്യം പറയുമ്പോഴും ഒരു വികാരം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നതിൻ്റെ മെയിൻ കാരണങ്ങളൊന്ന് ഇങ്ങനൊരു രാഷ്ട്രീയം ഇതിനകത്തുള്ളതെന്നുള്ളതാണ്. അത് അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൊടുവള്ളിയെ ഭീകരമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് രാഷ്ട്രീയ ഇടപെടൽ അവിടെ നടത്താതിരിക്കും എന്ന് കരുതണ്ട. അതുമാത്രമല്ല, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ പറയാതിരിക്കും എന്നും കരുതണ്ട. അപ്പോൾ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ ഇടപെടൽ, ഒരു കടന്നുകയറ്റം, ഒരു പൊളിറ്റിക്കൽ മൊണോപ്പൊളി ഉള്ള ഒരു സ്പേസിൽ, ബേസിക്കലി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ മൊണോപ്പൊളി ലീഗിനുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ആ പൊളിറ്റിക്കൽ മൊണോപ്പൊളിക്ക് യഥാർത്ഥത്തിൽ ഒരു കോമ്പറ്റീറ്റർ വന്നിരിക്കുന്നു. ആ കോമ്പറ്റീറ്ററെ ഇവർ ഭയപ്പെടുന്നു. ആ കോമ്പറ്റീഷൻ്റെ ഭയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പറയുന്ന CPIM-നെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയങ്ങൾക്ക്, രാഷ്ട്രീയ ചായ്വുള്ളവർക്കെതിരെയൊക്കെ ഉള്ള ഈ ചാപ്പകുത്തും അല്ലെങ്കിൽ മലപ്പുറം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് രണ്ട് വശങ്ങളാണ്.
ആദ്യത്തെ വിഷയത്തിനകത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നം സംസ്ഥാനത്തിനും രാജ്യത്തിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുകൂടാതെ ഇതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ, അതൊരു ചെറിയ പ്രശ്നമല്ല. സാമൂഹ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ലോങ് ടേം കോൺസിക്വൻസ് ഉണ്ട്. നമ്മളിപ്പം നാളെ തൊട്ട് സ്വർണ്ണക്കടത്ത് പൂർണ്ണമായി നിർത്തിയാൽ പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ഏജൻസികളും ശ്രമിച്ച് നാളെ തൊട്ട് ഇവിടെ ഒരു കാരണവശാലും സ്വർണം വരാത്ത രീതിയിൽ നമ്മളതിനെ ലോക്ക് ചെയ്താൽ പോലും ഈ ആൾക്കാരെ, ഇതിനകത്ത് പെട്ടിരിക്കുന്ന ആൾക്കാരെ അവർ നേരിടുന്ന പ്രശ്നം ലോങ് ടേം കോൺസിക്വൻസസ് അതിനകത്തുണ്ട്. സോ ടു അവോയ്ഡ് ദാറ്റ് ലോങ് ടേം കോൺസിക്വൻസസ് യു ഹാവ് ടു ആക്ട്. അതിനകത്ത് കസ്റ്റംസിന് വലിയൊരു റോളുണ്ട്. കസ്റ്റംസ് ആക്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വലിയൊരു റോളുണ്ട്. കേരള പോലീസിന് എത്രമാത്രം കാര്യക്ഷമമായി അതിനകത്ത് ഇടപെടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം ഇത് മൾട്ടിപ്പിൾ ഏജൻസികൾ മൾട്ടിപ്പിൾ ലെവലിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് കൂടുതൽ സ്വർണം വെളിയിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ചിലപ്പോൾ അത് മാറ്റാം. അപ്പോൾ അങ്ങനെ ഡെസ്റ്റിനേഷനിലേക്ക് മാറ്റിയാലും മലയാളിയാണ് കൊണ്ടിരുന്നതെങ്കിൽ അതിനകത്ത് കൂടുതൽ പ്രശ്നം ഉണ്ടാവും. സോ ഇവിടെ ഒരു കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആവശ്യമുണ്ട്. കേന്ദ്ര സർക്കാർ ഇടപെടുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ കൺഫ്യൂഷനിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. തീർച്ചയായും. ശ്രീ സേനാപതി വേണു, രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ഉയരുന്നത്. ഒന്ന്, ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലേക്ക് അവരൊരു ആശയും പ്രത്യാശയുമായി ഇടതുപക്ഷത്തെ കാണുന്നു എന്നതിൻ്റെ അസ്വസ്ഥത ലീഗിനും UDF കേന്ദ്രങ്ങൾക്കുമുണ്ട്. അതിനവർ പിടച്ചടിക്കുന്നത് സ്വാഭാവികമാണ്, മനസ്സിലാക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു ഡാറ്റയോ കണക്കോ ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മലപ്പുറത്തെയാണ്, കൊടുവള്ളിയെയാണ്, അത് ഭീകരവാദ കേന്ദ്രമാണ് എന്ന തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ മതാധിഷ്ഠിത ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഈ മതേതര മുസ്ലിം ലീഗിന് യോജിച്ചതാണോ? അതൊരു തീവ്ര മുസ്ലിം ജനിതക ഘടനയ്ക്ക് അല്ലെങ്കിൽ ഒരു തീവ്ര മത ഘടനയ്ക്ക് ചേർന്ന പാക്കേജ് അല്ലേ? അതിനെ ലീഗിനെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് തിരുത്തേണ്ടേ? അതിനെ തിരുത്താൻ കോൺഗ്രസിന് ശേഷിയുണ്ടോ? അത് വേറൊരു വിഷയം. ശ്രീ സേനാപതി വേണു. ബഹുമാന്യായ ശ്രീ ലാല് പറഞ്ഞതും അങ്ങ് ചോദിച്ചതും രണ്ടും സമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ CPM കടന്നുകയറ്റം നടത്തി മുസ്ലിം ലീഗിന്റെ മൊണോപ്പൊളിയെ തകർക്കുന്നു എന്നുള്ളതൊക്കെ ഒരു നറേറ്റീവ് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ കടന്നു വന്ന കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും ദേ ഹാവ് വിഡ്രോൺ ഫ്രം ദെയർ ഗ്രൗണ്ട്. അവരെല്ലാം പോയി. അതിപ്പോ PT റഹീം ആണെങ്കിലും പിന്നെ KT ജലീൽ ആണെങ്കിലും ഏറ്റവും അവസാനം ഇപ്പൊ മഞ്ചേരിയിൽ യോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന അൻവർ, PT റഹീമിന്റെ കാര്യവും പോയിട്ടില്ല. നിങ്ങൾ PV അൻവർ മാത്രം പറഞ്ഞാൽ മതി. ഇവരെയൊക്കെ ആണല്ലോ നിങ്ങൾ വാരിയേഴ്സ് ആയിട്ട് മുന്നിൽ നിർത്തിയിരിക്കുന്ന ആളുകൾ. ആ വാരിയേഴ്സ് ഒക്കെ കേൾക്ക്, ഒരാള് സ്വർഗസ്ഥനായ ഗാന്ധിയുമായിട്ട് ഒരാൾ മാറുന്നു, മറ്റുള്ളവരൊന്നും ചിത്രത്തിലില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്. അപ്പൊ ഞാൻ രണ്ടാം ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ലീഗിന്റെ മൊണോപ്പൊളിയെ തകർക്കാനായിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അതെല്ലാം ചില ഘട്ടങ്ങളിൽ താൽക്കാലിക വിജയം എന്നുള്ളതല്ലാതെ ആധികാരികമായി അതിനൊരു വിജയവും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം എൻ്റെ സ്നേഹിതൻ വസീഫിനെയും ശ്രീ ലാലിനെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മതത്തെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തുന്നത് വലിയ അപകടകരമായ കാര്യമാണ്. CPM കഴിഞ്ഞ കുറെ നാളുകളായി, ഞാൻ ദീർഘകാലം എന്ന് പറയുന്നില്ല, EM ശങ്കരൻ നമുക്ക് പഴയ നമ്മളൊരു അക്കാദമിക് ഇൻട്രസ്റ്റിൽ കൂടി ചർച്ച ചെയ്യാമല്ലോ. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് 1987 അഖിലേന്ത്യാ ലീഗിനെയും സക്കറിയ സേട്ടിനെയും ഒക്കെ എന്തുകൊണ്ടാണ് ഇടതുമുന്നണിയിൽ നിന്ന് മാറ്റി നിർത്തിയത്? എന്തുകൊണ്ടാണ് അന്ന് കേരള കോൺഗ്രസിനെ തള്ളിപ്പറയാൻ EMSനെ പോലൊരു നേതാവെന്ന് തയ്യാറായതെന്ന് ചോദിച്ചാൽ, വർഗീയതയ്ക്കെതിരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംശുദ്ധമായ ഒരു നിലപാടാണ്. അത് കേരളം പിന്തുണച്ചതാണ്. പക്ഷേ സ്ഥിതിവിശേഷം ഇപ്പൊ അതാണ്. ഇപ്പോ ന്യൂനപക്ഷ വർഗീയതയെ വളരെ വല്ലാത്ത രീതിയിൽ താലോലിച്ചു. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും അത് പ്രതികൂലമായി എന്ന് കണ്ടതുകൊണ്ട് ഇനിയിപ്പോ ന്യൂനപക്ഷ വർഗീയതയല്ല, നമുക്ക് വർഗീയതയൊന്നും മാറിപ്പിടിക്കാം. ഇവിടെ ഇപ്പോ ഒരു പ്രത്യേക സമുദായത്തെ സ്വർണം കള്ളക്കടത്തിന്റെ ആളുകൾ എന്ന് മുദ്ര കുത്തുമ്പോൾ ആ മുദ്ര കുത്തുന്നത് ആദ്യം നമ്മൾ കണ്ടത് ശശികല ടീച്ചറും RV ബാബുവും ഒക്കെയാണ്, അല്ലെങ്കിൽ സുരേന്ദ്രനും BJPയുടെ നേതാക്കന്മാരും ഒക്കെയാണ്. ശ്രീ സേനാപതി വേണു, ഇവിടെയാണ് പ്രശ്നം. അതായത് ഒരു ഡാറ്റ പറയുകയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ് എന്ന് പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് കരിപ്പൂർ എന്ന കോഴിക്കോട് വിമാനത്താവളത്തിലാണ്. അത് ഉൾപ്പെടുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഈ വസ്തുത ഡാറ്റ എന്ന നിലയിൽ പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സമൂഹത്തിനെതിരെയാകുമോ? ഒന്ന്, കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന
ഇത്തരത്തിലുള്ള നടപടികൾ, അതായത് കൊടുവള്ളിയിലെ MLA എന്ന നിലയിൽ അല്ലെങ്കിൽ ലീഗ് നേതാവ് എന്ന നിലയിൽ MK മുനീർ ഉൾപ്പെട്ട അമാന എംബ്രേസിൽ 2 സ്വർണ്ണക്കള്ളക്കടത്തുകാർ ഇനിയുമുണ്ട്, അതൊക്കെ വരാനിരിക്കുന്നുണ്ട്, 2 സ്വർണ്ണക്കള്ളക്കടത്തുകാർ അല്ലെങ്കിൽ ആ കേസിൽ ജയിലിൽ കൊഫാപ്പോസ പ്രകാരം ജയിലിൽ പോയവരടക്കം അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇവർ ഒക്കെ നേതൃത്വം നൽകുന്ന ഈ അമാന എംബ്രേസ് സ്വാഭാവികമായും യുവാക്കളെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് കാരിയർ ആക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി സ്വാഭാവികമായും ജനിച്ചാൽ ഉടനെ അത് പറഞ്ഞാൽ, ആ വസ്തുത തെളിവ് സഹിതം പറഞ്ഞാൽ അത് കൊടുവള്ളിയെ ഭീകരകേന്ദ്രമാക്കുന്നു. ഇത് പറയുന്നത് ശരിയാണോ? അത് ആർക്കാണ് ഭൂഷണം? താങ്കൾ നേരത്തെ പറഞ്ഞ ചില തീവ്ര പേരുകാർക്കല്ലേ ഭൂഷണമായിട്ടുള്ളത്? അത് കോൺഗ്രസിന്റെ ഭൂഷണമാണ്. അല്ല, ആ തീവ്ര പേരുകാർ പറയുന്ന കാര്യം തന്നെ അതിനെതിരെ പ്രവർത്തിക്കുന്നവരും പറയുന്ന ഒരേ രീതിയിൽ തന്നെ. അതാണല്ലോ 29-ാം തീയതി എവിടെയാണ് പറഞ്ഞത്? ഏതെങ്കിലും ഒരു മതത്തെയോ, നമുക്ക് അത് സ്പെസിഫിക് ആക്കി തന്നെ പോകാം, ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു ജില്ലയെയോ ബോധപൂർവം മത ലക്ഷ്യം വെച്ചിട്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, മറുപടി വസീഫ് പറയട്ടെ, പറയൂ. അതല്ലേ 29-ാം തീയതിയിലെ പഴയ എൻറാമിന്റെ പത്രത്തിൽ വന്ന വാർത്ത. അവര് ഖേദം പ്രകടിപ്പിച്ച് അറിഞ്ഞില്ലേ സാർ? അവരെന്ത് ഖേദം പ്രകടിപ്പിച്ച് അറിഞ്ഞില്ലേ? ഇല്ലെന്നേ, അവരൊരു ഖേദവും തെറ്റ് സംഭവിച്ചാൽ താങ്കൾ മാപ്പ് പറഞ്ഞാൽ പിടിക്കുന്നത് ശരിയാണോ? അതെങ്ങനെയാ തെറ്റ് പറയുന്നത്? ഒരു പത്രം പറയുന്നു മുഖ്യമന്ത്രി പറയാത്ത കാര്യം അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ക്ഷമിക്കണം എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് പിന്നീട് ഇത്തരത്തിലൊരു കാര്യത്തെ വീണ്ടും വ്യാഖ്യാനത്തിന് ഉപയോഗിക്കുന്നത്? അതാണ് നിങ്ങളുടെ താല്പര്യം. ആ താല്പര്യം അപകടകരമല്ലേ? അത് അജിംസെ വ്യാഖ്യാനം ചെയ്യപ്പെടും. കാരണം ദ ഹിന്ദു ദിനപത്രത്തിൽ അതിന്റെ തലക്കെട്ട് വായിക്കുമ്പോൾ നമ്മൾ രോമാഞ്ചം കൊണ്ടുപോകും. കാരണം എന്താ? CPM ഹാസ് ഓൾവേസ് സ്ട്രൈഡന്റലി ഒപ്പോസ്ഡ് RSS ആൻഡ് അതർ ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള. അതിനകത്ത് തന്നെയാണ് 1, 2, 3, 4, 5, 6ാമത്തെ കോളം വന്നു കഴിയുമ്പോഴത്തേക്കും മുമ്പേ നിങ്ങൾ പറഞ്ഞ വാർത്ത അത് വളച്ചൊടിച്ച് അതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നു. എന്നിട്ടൊരു പ്രഖ്യാപനം നടക്കുക ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നത്. ഇവിടെ ഇന്നലെ അദ്ദേഹമല്ല, ഖേദം പ്രകടിപ്പിച്ചത് ആ പത്രം തന്നെയാണ്. അല്ല, വായിക്കണോ? അതൊക്കെ കഴിഞ്ഞത് അതുകൊണ്ടാണ്. അല്ല, നമ്മളത് ഓൾറെഡി ചർച്ച ചെയ്ത ഒരു വിഷയമായതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനകത്ത് അങ്ങനെ ഒരു കാര്യം കടന്നുകൂടിയാൽ ഒരു ഖേദപ്രകടനത്തിൽ മാത്രം തീരുന്നതാണോ? എന്റെ ചോദ്യം 1. ഇനി 2, എന്നെ ഒന്ന് സംസാരിക്കാൻ ഇന്ന് ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഞാൻ KT ജലീൽ ഇത് പറഞ്ഞ ഒരു കാര്യം കൂടി ഒന്ന് കേൾപ്പിക്കാം. KT ജലീലിന്റെ വാക്കുകൾ. ഞാൻ കേട്ടു. ഞാനത് കൂടി കാണട്ടെ. KT ജലീൽ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കട്ടെ. പണ്ഡിതന്മാർക്കിടയിൽ പോലും ഇതൊരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന വിചാരമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് ഹജ്ജിന് പോയ കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതൻ, മുസ്ലിം പണ്ഡിതൻ, മുസ്ലിം ലീഗുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പണ്ഡിതൻ, ലീഗിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മതസംഘടനയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന, ഇപ്പോഴും അലങ്കരിക്കുന്ന ഒരു പണ്ഡിതൻ, ഇമാം ഗസാലിയുടെ യഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ചട്ടയിൽ സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവരികയും അത് കസ്റ്റംസുകാർ പിടികൂടുകയും എത്രയോ ആഴ്ചകൾ അദ്ദേഹത്തിന് ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് സത്യമല്ല എന്ന് മുസ്ലിം ലീഗിൻ്റെയോ യൂത്ത് ലീഗിൻ്റെയോ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ ഞാനതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ശ്രീ സേനാപതി വേണു, നോക്കൂ, ഇവിടെ വസ്തുതകളാണ് സംസാരിക്കുന്നത്. ഇമാം ഗസാലിയുടെ ബുക്കിൽ ഒരു മുസ്ലിം ലീഗുമായി ബന്ധമുള്ള ആൾ കടത്തുന്നു. അത് മാത്രമല്ല, ഈ സ്വർണ്ണക്കടത്ത് എന്നത് ഒരു ഭീകര സ്വത്വമായി ചില കേന്ദ്രങ്ങളെ ബോധപൂർവം ബാധിപ്പിക്കാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നു. അതിനെതിരെ മുസ്ലിം പണ്ഡിതരടക്കം രംഗത്ത് എത്തണം. താങ്കൾ ഒരു തെറ്റ് ചെയ്താൽ അധ്യാപകൻ താങ്കളുടെ പിതാവിനോട് പറയുകയാണ് ഇന്ന രീതിയിൽ പോകരുത്, അവനെ നോക്കണം എന്ന് പറയുന്നത് താങ്കളോടുള്ള ശത്രുത കൊണ്ടാണോ? ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ? അവിടെയല്ലേ ലാൽകുമാറും വസീഫും പറഞ്ഞ ആശങ്കകൾ ബാധിക്കുന്നത്? അവിടെയല്ലേ ഒരു ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും എലമെൻ്റ് മതാത്മകമായി ഉപയോഗിക്കാൻ ലീഗും UDFും കോൺഗ്രസും ഒക്കെ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്നത്, പ്രസക്തമാകുന്നത്? ശ്രീ സേനാപതി വേണു, അല്ല ഇവിടെ നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അജിംസെ മനസ്സിലാക്കേണ്ടത് KT ജലീലിന്റെ ഇന്നത്തെ പ്രസ്താവന എന്ന് പറയുന്നത്
ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്തിൽ നടത്താൻ കൊള്ളുന്ന ഒരു പ്രസ്താവനയല്ല. ഈ ഫത്തേവ പുറപ്പെടുവിക്കുന്നത് അത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ തടയേണ്ടത് വ്യവസ്ഥാപിത മാർഗത്തിലാണ്. ഇവിടെ ലാല് ഈസ് എ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്, ഐ എം ഓൾസോ എ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്. എനിക്ക് 27 വർഷമായിട്ട് ഞാൻ ക്രിമിനൽ കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരാണ്. അപ്പോ ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ ഒരു അഭിപ്രായം പറയുന്നത് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ഒരു മത നേതാവോ അല്ലെങ്കിൽ പുരോഹിതനോ ഉൾപ്പെട്ടു ഒരാൾ കുറ്റകൃത്യം ചെയ്തു എന്നതുകൊണ്ട് അതിന് മുകളിലുള്ള ആളുകൾ ഫത്തേവ പുറപ്പെടുവിച്ചുകൊണ്ട് ഇതിനെ തടയണമെന്ന് പറഞ്ഞു. ഞാൻ ജലീൽ പറഞ്ഞത് അങ്ങനെയല്ല. ജലീൽ പറഞ്ഞത് ഞാൻ വായിക്കാൻ വേണമെങ്കിൽ 99% ചില പ്രത്യേക പേരുകൾ ഉൾപ്പെടുന്നു. ചില പ്രത്യേക കേന്ദ്രങ്ങൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർ വട്ടമിടുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ മുസ്ലിം ലീഗുമായി ബന്ധമുള്ള ഈ മതപണ്ഡിതൻ പോലും സ്വർണ്ണക്കടത്തൊരു തെറ്റായി കാണുന്നില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് പോകരുത്. അതുകൊണ്ട് ഈ യുവാക്കളെ സംരക്ഷിക്കാൻ, അതായത് മയക്കുമരുന്ന് പടരുമ്പോൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ലഹരികൾ പടരുമ്പോൾ പറയുന്നത് പോലെ ആ മതത്തിലെ മതപണ്ഡിതർ ഇടപെട്ട് അതിനെ നിലനിർത്താൻ വേണ്ട മതപരമായ ഉപദേശം നൽകണം എന്ന് പറയുന്നത് എങ്ങനെയാണ് തീവ്രവാദമാകുന്നത്? ശ്രീ ഞാൻ ഐ ആം നോട്ട് ടെല്ലിംഗ് ദാറ്റ് അത് തീവ്രവാദം എന്നുള്ള അർത്ഥത്തിലല്ല. വസീഫിനെ പോലെ അല്ല, ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ വളയുന്നു എന്നാകുന്നത് എങ്ങനെയാണ്? ഒരു 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 യുവ കമ്മ്യൂണിസ്റ്റ് നേതാവ് ലാൽ കുമാറിനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി പുലർത്തുന്നവർ, ഇടതുപക്ഷക്കാരൻ, അവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ഒരു പ്രസ്താവനയെ പിന്തുണയ്ക്കാനായിട്ട് കഴിയും? ഇനി ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഇപ്പൊ കേരളത്തിലെ ജനസംഖ്യ ഏതാണ്ട് നമ്മളൊക്കെ കണക്കാക്കുന്നതനുസരിച്ച് ഒരു 25 to 27% മുസ്ലിം പോപ്പുലേഷനാണ്. അപ്പൊ മൊത്തം ഒരു 3,40,00,000 വരുമ്പോൾ ഒരു 75 ലക്ഷം അല്ലെങ്കിൽ 70 to 75 ലക്ഷം കേരളത്തിലെ മുസ്ലിം ജനസമൂഹമാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ കരിപ്പൂർ വഴിയുള്ള മൊത്തം കള്ളക്കടത്തിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പേ പറഞ്ഞ 573 അല്ലേ പറഞ്ഞു? ഇനി ഒരു കേസിന്റെ അകത്ത് 10 പേരുണ്ടെന്ന് വിചാരിക്കുക. 573 × 10 5074 ആളുകളല്ലേ ഉള്ളൂ. 70 ലക്ഷമോ 75 ലക്ഷമോ ഉള്ള ഒരു ജനസമൂഹം. എന്റെ സേനാപതി വേണു, ആരാണ് ആ ജനതയെ പറയുന്നത്? ജലീൽ പറയുന്നത് ഇവിടെ ജലീൽ അങ്ങനെയല്ല പറഞ്ഞത്. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ജലീൽ പറഞ്ഞത് അതല്ല. ജലീൽ പറഞ്ഞത് ഒരു പ്രത്യേക കേന്ദ്രത്തെ ലക്ഷ്യമാക്കി സ്വർണ്ണക്കടത്തുകാർ നീങ്ങുമ്പോൾ ആ യുവാക്കളെ രക്ഷപ്പെടുത്താനായി മത നേതൃത്വം ഇടപെടണം, ഉപദേശം നൽകണം എന്ന് പറയുന്നത് എവിടെയാണ് മതവിരുദ്ധതയാകുന്നത്? എവിടെയാണ് ആ ജനതയെ ആക്രമിക്കുന്നതാകുന്നത്? അങ്ങനെയാണെങ്കിൽ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തണം. നിങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തുകാരി, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗം കൂടുതലുള്ള ഏതെങ്കിലും ഒരു ജില്ല, ആ ജില്ല X or Y ഉണ്ടാകുന്നു, അവിടുത്തെ ജില്ലയിലെ കുട്ടികൾ മയക്കുമരുന്നിലേക്ക് പോകുന്നു, അവരുടെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ ഉപദേശം നൽകാൻ മത നേതൃത്വങ്ങൾ രംഗത്ത് വരണമെന്ന് പറഞ്ഞാൽ ആ ജില്ലയിലെ സമുദായക്കാരെ ആക്ഷേപിക്കലാണോ? സേനാപതി വേണു, എന്ത് ക്രൂരമായ ആക്ഷേപമല്ല ഞാൻ പറഞ്ഞത്, ആക്ഷേപമായിട്ടല്ല. അവിടെ ജലീലിനെ പോലെ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ മനസ്സിൽ പോലും വച്ചു പുലർത്തേണ്ട ഒരു ചിന്താഗതി അല്ല. അപ്പോ നിങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞതും ജലീല് പറഞ്ഞതും RV ബാബു പറയുന്നതും ശശികല ടീച്ചർ പറയുന്നതും എല്ലാം ഒന്നാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇപ്പൊ മുസ്ലിം ലീഗ് ആണല്ലോ വിഷയം, MK മുനീറിന്റെ എംബ്രേസ് ആണല്ലോ വിഷയം. അവിടെ തെളിവുകളുണ്ടല്ലോ, സ്വർണ്ണക്കടത്തുകാരുണ്ട് എന്നതിൻ്റെ തെളിവുകളുണ്ടല്ലോ. ഇതൊരു തെളിവുമില്ലാതെ വ്യാജമായി ഖുർആനിലും ഈന്തപ്പഴക്കുരുവിലും സ്വർണം കടത്തിയെന്ന് പറഞ്ഞപ്പോൾ അത് ആ മനുഷ്യരെ, ആ മതവിഭാഗത്തെ വ്രണപ്പെടുത്തിയെന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? ലീഗ് വിചാരിച്ചില്ലേ? UDF വിചാരിച്ചില്ലേ? ശ്രീ സേനാപതി വേണു, ജലീലിന്റെ തന്നെയാണ് അന്ന് വിവാദം ഉണ്ടായത്. അല്ല, അതല്ലേ പറഞ്ഞത്. ജലീൽ ഇപ്പൊ പറഞ്ഞത് ഏതാണ്ട് അതിന് സമാനമായ എന്താ പറഞ്ഞ വാക്കുകളല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് വ്യക്തത വരുത്താം. വി വസീഫ്, അങ്ങനെ ഏതെങ്കിലും സമൂഹത്തെയോ സമുദായത്തെയോ ലക്ഷ്യം വെച്ചാണോ നിങ്ങളുടെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ നിങ്ങളുടെ സഹയാത്രികരും ഈ കാര്യങ്ങൾ പറഞ്ഞത്? കൊടുവള്ളിയെ സംബന്ധിച്ചും മലപ്പുറത്തെ സംബന്ധിച്ചും അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടോ? മലപ്പുറത്ത് സ്ഥാനാർത്ഥിയായി പോലും മത്സരിച്ച ഒരു വ്യക്തിയല്ലേ താങ്കൾ? അതിലേ അജിംഷാദേ, ഈ സേനാപതി വേണു ചർച്ചയെ എങ്ങോട്ടോ കൊണ്ടുപോകും. ഇവിടെ KT ജലീൽ ആണെങ്കിലും ഞാനാണെങ്കിലും ലാലായാലും ഒക്കെ പറയുന്നത് എന്താണ്? തെറ്റിനെ തെറ്റായി കാണാൻ സാധിക്കണം എന്നുള്ളതാണ്. ഒരു തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റ് ചെയ്ത ആളുടെ എന്തെങ്കിലും സവിശേഷതകൾ ഉയർത്തി കാണിച്ച് അതിനെ പ്രതിരോധിക്കരുത്. ഇവിടെ എന്താ സംഭവം?
മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽപ്പെട്ടവരുൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ സഹയാത്രികരായി അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മതപണ്ഡിതൻ ഉൾപ്പെടെ സ്വർണം കടത്തി, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ പേരും ഡീറ്റെയിൽസും പറയാം എന്ന് ജലീൽ പറയാം. ഇത് പറയുന്നതിൻ്റെ സാഹചര്യം എന്താ? ജലീൽ ഒരു മതവിശ്വാസിയാണ്. നിങ്ങൾ ഈ പറയുന്നത് പോലെ മുസ്ലിം ലീഗിലെ നേതാക്കന്മാരെക്കാൾ അത്യാവശ്യമൊക്കെ മതപാണ്ഡിത്യമുള്ള ആളാണ് ജലീൽ. അതറിയാത്തവരല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. അങ്ങനെ മതപരമായി ജീവിക്കുന്ന, നേരത്തെ മുസ്ലിം ലീഗിന്റെ ഭാഗമായി നിന്നിരുന്ന KT ജലീൽ ഉദ്ദേശിച്ചത് എന്താ? KT ജലീൽ ഉദ്ദേശിച്ചത് ഈ പറയുന്ന പ്രദേശത്ത് നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള വലിയ ഹാലിളക്കം അല്ലെങ്കിൽ വലിയ പ്രയാസമൊക്കെ കാണിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ എന്നാ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും ആ പ്രദേശത്തെ ഒരു സാമൂഹിക അവസ്ഥയിലാണ് പറയുന്നത്. അവിടെ മുസ്ലിം പണ്ഡിതന്മാർക്കൊരു പങ്കുണ്ട്, മുസ്ലിം നേതാക്കന്മാർക്കൊരു പങ്കുണ്ട്, മുസ്ലിം മത നേതാക്കന്മാർക്കൊരു പങ്കുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ പള്ളികളിലും അതുപോലെ തന്നെ മത സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാറുണ്ട്. അങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആ വിഭാഗത്തോട് പറയണം എന്ത്? ഈ മതപണ്ഡിതൻ പോലും ചെയ്ത തെറ്റ് അത് തെറ്റാണ്, അത് രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്ത വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്നുള്ള നിലക്കാണ് ജലീൽ ഉന്നയിച്ചത്. പിന്നെ നിങ്ങൾ ഈ വൈകാരികമായി പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ബെന്നി ബെഹന്നാൻ എന്ന് പറയുന്ന ആള് കേരളത്തിലെ UDFന്റെ കൺവീനർ ആയിരുന്നു. UDFന്റെ കൺവീനർ, മുസ്ലിം ലീഗുകാരുടെ എല്ലാ പിന്തുണയുമുള്ള കൺവീനർ. ആ ബെന്നി ബെഹന്നാൻ ഒരു കത്തയച്ചിരുന്നു സാക്ഷാൽ നരേന്ദ്രമോദിക്ക്. എന്താ കത്ത്? കത്ത് മറ്റൊന്നുമല്ല, ഖുർആനിൽ ഈ ഈന്തപ്പഴത്തിൽ ഖുർആനിൽ എല്ലാം സ്വർണം കടത്തിയിട്ടുണ്ട്. ഖുർആനിൽ സ്വർണം കടത്തിയതിന് പിന്നിൽ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നിട്ട് നരേന്ദ്രമോദിക്ക് കത്തയക്കുക. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നോക്കണം. നിങ്ങൾ ഈ രാജ്യത്ത് തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ തകർക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ മലപ്പുറത്തും മലബാറിലും വന്ന് മതസ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി. ആരാ ഇതിന്റെ ഉത്തരവാദി? ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? ഇതിനെല്ലാം കാരണക്കാർ അന്നത്തെ UDFന്റെ കൺവീനർ ബെന്നി ബെഹന്നാനും അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വവും ഇന്നും മുസ്ലിം ലീഗിനെ നയിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഒരു സങ്കടവും അവർക്കില്ലല്ലോ. ഈ മലബാറിലെ ഈ പറയുന്ന മലപ്പുറത്തെ കോഴിക്കോട്ടെ മതസ്ഥാപനങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കയറി ഞെരങ്ങിയിട്ട് അതിനെതിരെ ഇവർ ശബ്ദിച്ചോ? പറഞ്ഞില്ലല്ലോ ഒന്നും. അതിന് കാരണക്കാരായിട്ടുള്ള ഈ ബെന്നി ബെഹന്നാനെയും കോൺഗ്രസിനെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞോ? മതവിരോധികളാണ്, ഈ സ്ഥാപനങ്ങളെ തകർക്കാനാണ് ഇവർ നേതൃത്വം കൊടുത്തത് എന്ന് ഒരു വാക്ക് കൊണ്ടെങ്കിലും മുസ്ലിം ലീഗുകാർ പറഞ്ഞോ? പറയുന്നില്ല എന്ന് മാത്രമല്ല, അത് പറയാനും പോകുന്നില്ല. മുസ്ലിം ലീഗിന്റെ ഉദ്ദേശം എന്താ? സാമ്പത്തിക താല്പര്യവും രാഷ്ട്രീയ താല്പര്യവും മാത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം മതം ഒരു അജണ്ടയല്ല. മതം ഒരു പടച്ചട്ടയാണ് അവർക്ക്. എന്തിനു വേണ്ടിയുള്ള പടച്ചട്ട? ഇവരുടെ അഴിമതിയും ഇവരുടെ കൊള്ളരുതായ്മയും എല്ലാം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള പടച്ചട്ടയായിട്ടാണ് ഈ മുസ്ലിം ലീഗ് മതത്തെ ഉപയോഗപ്പെടുത്തുന്നത്. അതാ പ്രശ്നം. നിങ്ങൾ ഏത് കാര്യം എടുത്ത് പരിശോധിച്ചോ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ? ഒരു മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ വീടിന്റെ ഈ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് 50 ലക്ഷം രൂപ കിട്ടിയത് തുടക്കത്തിൽ പറയാത്ത കാര്യങ്ങളാ പിന്നീട് മാറ്റി മാറ്റി പറഞ്ഞത്. എന്നിട്ട് എവിടെ പോയിട്ടാ സെറ്റിൽ ചെയ്തത്? ഇപ്പൊ നാട്ടിലാകെ ഇറങ്ങി സി പി എമ്മിന് ചീത്ത വിളിച്ച് നടക്കുന്ന നേതാവുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞത്? ഇഞ്ചി കൃഷിയിൽ നിന്നുണ്ടാക്കിയ പണമാണ് എന്ന. എന്നിട്ട് ആ തെറ്റിൽ നിന്ന് ആ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ ആരെയൊക്കെയോ കണ്ടു, എന്തൊക്കെയോ ഇടപാടുകൾ നടത്തിയെന്ന് ഈ നാട്ടിൽ പാട്ട. എന്നിട്ട് ഇതിനെയെല്ലാം ഞാൻ ഇന്ന ആളായതുകൊണ്ട് ഇപ്പൊ MK മുനീർ പറയുന്നത് എന്താ? എനിക്കെതിരെ ഇനി നിരവധി കേസുകൾ വരും, ഞാൻ RSSനെതിരെ സംസാരിച്ചത് കൊണ്ടാണ്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ്. ഈ നാളെയും മറ്റന്നാളും ഇനിയും വിവരങ്ങൾ വരുമെന്ന എൻ്റെ ഫോണിലേക്ക്, ഞാൻ ഇപ്പോഴും ആ ഫോണിലേക്ക് നോക്കിയത് മറ്റൊന്നുമല്ല, കൊടുവള്ളിയിലും പരിസരത്തും മലപ്പുറത്തും ഒക്കെ ഉള്ള ആളുകൾ എനിക്ക് വാട്സപ്പിൽ പാസ്പോർട്ട് സഹിതം അയച്ചു തരിക. അയച്ചിട്ട് പറയാണ് ഇയാൾ ഇന്ന ജയിലിലാണ്,
ഇയാൾ ഇന്ന സമയത്ത് പോയതാണ്. ഞാൻ അതൊന്നും ഇപ്പൊ വിശദീകരിക്കുന്നില്ല, കാരണം അതൊക്കെ സത്യമാണോ ഇല്ലേ എന്നുള്ള അറിയാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരു യാഥാർത്ഥ്യമുണ്ട്, MK മുനീറിന്റെ നേതൃത്വത്തിലുള്ള അതെ അത് അന്വേഷിക്കണമെന്ന് പറയുന്നത് കുറ്റമാണോ? ആ യുവാക്കളാണ് കാണിക്കുന്ന ചതി അത് കുറ്റമാണെന്ന് പറയുമ്പോൾ വസീഫ്, അതാ ഞാൻ പറയുന്നത്. അതാണ് ഞാൻ ഞാൻ പറയട്ടെ അജിം ഷാദെ, ഇവിടെ ഈ പറയുന്ന MK മുനീർ ചെയ്ത തെറ്റ് എന്ന് നമ്മൾ സംശയിക്കുന്നത് എന്താ? MK മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഈ അമാന എംബ്രേഡ്സ് അവര് വിദേശത്തേക്ക് ജോലി തേടി പോകുന്ന ചെറുപ്പക്കാരെ സമീപിക്കുക പാവങ്ങളാണ്, മറ്റു ഗതിയില്ല. ജോലിയെടുത്ത് അവിടെ നല്ല ശമ്പളം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണ്. ആ പോകുന്നവരെ തെരഞ്ഞുപിടിച്ച് നിങ്ങൾക്ക് താമസ സൗകര്യം തരാം, നിങ്ങൾക്ക് അവിടെയുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഈ MLA ഓഫീസിൽ നിന്ന് ഫോം വാങ്ങി പൂരിപ്പിച്ചു കൊടുത്ത് ഇവർ വിദേശത്തേക്ക് പോവുക. അങ്ങനെ വിദേശത്തേക്ക് പോകുന്നവരെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണം നടത്തി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഒരുപാട് പാവങ്ങളെ ഇവരെന്താക്കിയിട്ടുണ്ടാകും, കാരിയർമാരാക്കി ഉപയോഗിച്ചിട്ടുണ്ടാകും. തിരിച്ചു വരുമ്പോ ഒരുപക്ഷെ ടിക്കറ്റ് കൊടുക്കും, അവരുടെ കയ്യിൽ സ്വർണം കൊടുത്തയക്കും. അങ്ങനെ കൊടുത്തയക്കുന്ന സ്വർണമുണ്ട് ഈ കേരളത്തിൽ എന്നുള്ള സംശയമാണ് ഈ കുറ്റവാളികളുമായി ചേർന്ന് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കുമ്പോ ഈ നാട് സംശയിക്കുന്നത്. അത് ഏതൊരു മനുഷ്യനും അല്പം ചിന്തിക്കുന്നവന് തോന്നാവുന്ന സംശയമല്ലേ, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന തരത്തിലല്ലേ നമുക്കിപ്പോ ബോധ്യപ്പെടുന്നത്. ഇവിടെ ഈ രാമനാട്ടുകരയിൽ 5 പേര് കൊല്ലപ്പെട്ട ആ കുപ്രസിദ്ധമായ ആ സ്വർണ്ണക്കടത്ത് ഇടപാടുകൾ, ആ ഇടപാടുകളിലെ പങ്കാളിയാണ് ഈ ഗവേണിംഗ് ബോഡി അംഗമായിട്ടുള്ളത്. അങ്ങനെ ഗവേണിംഗ് ബോഡി അംഗമായി ഈ കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഈ കേസിലെ പ്രതി ഉണ്ടെങ്കിൽ MK മുനീർ പിന്നെ എവിടെ പോയിട്ട് ഒളിച്ചിട്ട് എന്ത് കാര്യം? ഇപ്പോ എന്നിട്ട് MK മുനീർ സ്റ്റേറ്റ്മെന്റ് ഇറക്കുക, CPM കൊടുവള്ളിയെ ഭീകര കേന്ദ്രമാക്കി മാറ്റാൻ പരിശ്രമിക്കുന്നു എന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവര് ഓരോ സ്ഥലത്തെയും ഓരോ വിഭാഗത്തെയും എല്ലാം ഉപയോഗിച്ച് പടച്ചട്ടകൾ സൃഷ്ടിച്ച പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും, നിങ്ങളെ ഞങ്ങൾ വിടില്ല. ഞാൻ DYFIയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലക്ക് തന്നെയാ പറയുന്നത്. MK മുനീറിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ നേതൃത്വം കൊടുക്കും. ഞങ്ങൾ ഇതിന്റെ പിന്നാലെ ഉണ്ടാകും. ഈ നാട്ടിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച് ഇതുപോലെയുള്ള വലിയ കേസുകൾക്ക് അകപ്പെടുത്തി ഇത് എന്തോ ഒരു പുണ്യം കിട്ടുന്ന പ്രവൃത്തിയാണ് എന്ന് വരെ തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾക്കായി ഇവർ നേതൃത്വം കൊടുക്കുന്നത്. അതിന് പച്ചക്കൊടി കാണിച്ചു കൊടുക്കുക ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇറങ്ങിവെന്ന് പറയണ്ടേ ഇത് തെറ്റാണ്. MK മുനീറിന്റെ കൂട്ടാളികൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള തെറ്റുകൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. അതുകൊണ്ട് തൽക്കാലം മുനീർ അന്വേഷണത്തിന്റെ വിധേയമാകണം, മാറി നിൽക്കണം എന്ന് പറയണ്ടേ. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ എല്ലാം ഫണ്ടിങ്, ഇവരുടെ എല്ലാം സാമ്പത്തിക സ്രോതസ് ഇതുമായൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ പറയുന്നവരുടെ എല്ലാ യാത്രാരേഖകളും യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ഹവാല ഇടപാടുകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട് നാട്ടിൽ. ഇതൊക്കെ വളരെ വിശദമായി പരിശോധിക്കണം. ഇവിടെയൊക്കെ പറയുമ്പോൾ നേരത്തെ ലാല് സൂചിപ്പിച്ചതുപോലെ ഒരു കേന്ദ്ര ഏജൻസി വന്നിട്ട് മുസ്ലിം ലീഗിനെതിരെ അന്വേഷിക്കുമെന്ന് ആരും കരുതണ്ട. ഒരു ലെറ്റർ പോലും കൊടുക്കില്ല മുസ്ലിം ലീഗിന്. അത് ഞങ്ങളുടെ ബോധ്യ. ഈ കേരളത്തിലെ ഏത് സാമ്പത്തിക ഇടപാടുകളും എന്ത് ഇടപാടുകളും മുസ്ലിം ലീഗ് നടത്തിയാലും അവർക്ക് വലിയ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു സംരക്ഷണം കൊടുക്കുന്ന തരത്തിലേക്ക് ഇന്ന് BJPയും RSSും ഉണ്ട്. ഇവരൊരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഡീലിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, ആ ഡീലിൽ SDPI ഉണ്ട്, ആ ഡീലിൽ മുസ്ലിം ലീഗും ഉണ്ട്. ഇവര് RSSുമായി ഒരു വല്ലാത്ത ചങ്ങാത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മുടെ ഈ നാളുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ RSSന് വളരാൻ ഈ SDPI വേണം, ജമാഅത്തെ ഇസ്ലാമി വേണം. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് RSS വളരുന്നത്. അതുപോലെ ഈ RSSനെ ചൂണ്ടിക്കാണിച്ചാണ് ഇവിടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വളരുന്നത്. ഇവര് തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഈ നാടിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾക്ക് ഇവർ നേതൃത്വം കൊടുക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ പല മാധ്യമങ്ങളും ഈ കൂട്ടുകെട്ടിന് നിന്നുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇടപാടുകളെല്ലാം നല്ല രീതിയിൽ അന്വേഷിക്കണം.
തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ പല നിർണായകമായ സംഘപരിവാറിൻ്റെ ബില്ലുകളിൽ പോലും ഒപ്പിടാൻ വരാതെ, അല്ലെങ്കിൽ ബില്ലുകൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ പോലും പാർലമെൻറ്റിൽ വരാതെ മുസ്ലിം ലീഗിൻ്റെ നിർണായക നേതാക്കൾ മാറി നിന്നത് എന്നതൊക്കെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, നേരത്തെ വസീഫ് സൂചിപ്പിച്ചതുപോലെ അത് അവിടെ തിരുന്ന് മാത്രമല്ല, പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയുടെ പിതാവ് സാക്ഷാൽ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി പോലും പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷങ്ങൾ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നു, ലീഗിനെ ഇരുത്തിയിട്ട്. ലീഗ് മിണ്ടിയിട്ടില്ല. അവരുടെ മുസ്ലിം സ്നേഹവും ന്യൂനപക്ഷ സ്നേഹവും ഒക്കെ യഥാവിധി പരിശോധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞതിന് ഉപോത്പകമായി ഞാൻ ആഡ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഈ കുക്ടപ്പ് സ്റ്റോറികൾക്ക്, മാനിപ്പുലേറ്റ് ചെയ്ത സ്റ്റോറികൾക്ക് പോലും ഒരു മൊഴി നൽകാൻ പോയപ്പോൾ ഇതാ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടത്തിയവരാണ്. അവർക്ക് ഖുർആനിൽ സ്വർണം കടത്തിയെന്ന ആരോപണം ഒരിക്കലും ന്യൂനപക്ഷ വിരുദ്ധമായി തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ലീഗുകാർ ഉൾപ്പെട്ട ഒരു കേസിൽ, ഒരു സംരംഭത്തിൽ, MK മുനീർ ഉൾപ്പെട്ട സംരംഭത്തിൽ ഉള്ളവർ സാക്ഷാൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായിരുന്നവരാണ് എന്ന് വരുമ്പോൾ ലാൽകുമാർ, ഇതിൻ്റെ രാഷ്ട്രീയത്തെ വളരെ ഗൗരവപരമായി പരിശോധിക്കേണ്ടതാണ്. അല്ല, ഇവിടെ സേനാപതി വേണു, കോൺഗ്രസിൻ്റെ വക്താവ്, അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ പല കാര്യങ്ങളും ലീഗിന് വേണ്ടി അദ്ദേഹം ഈ പാപഭാരം ചുമന്നത് പോലെ എനിക്ക് തോന്നി. നോക്കൂ, ഞാൻ പറഞ്ഞ ഒരു വാദം എന്താണ്? ഞാൻ പറഞ്ഞത് മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ മൊണോപ്പൊളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആ മൊണോപ്പൊളിയിലേക്ക് യഥാർത്ഥത്തിൽ CPIM കടന്നു കയറാൻ ശ്രമിക്കുന്നു. നല്ല രീതിയിൽ കടന്നു കയറാൻ, വോട്ടേഴ്സിൻ്റെ മനസ്സിലേക്ക് കടന്നു കയറാൻ പറ്റിയിട്ടുമുണ്ട്. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞ ജലീലിൻ്റെ കാര്യം പറഞ്ഞു, റഹീമിൻ്റെ കാര്യം പറഞ്ഞു, അൻവറിൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെയുള്ളവരെല്ലാം പോയി. നോക്കൂ, ഒരു പ്രസ്ഥാനം കടന്നു കയറാൻ, ഒരാശയവുമായി കടന്നു കയറാൻ ശ്രമിക്കുമ്പം അതിന് മുന്നിൽ നിൽക്കുന്ന ഒരാൾ പോയി എന്ന് കരുതി ആ രാഷ്ട്രീയം അവസാനിക്കുന്നില്ല. അതിനകത്തൊരു സെറ്റ് ബാക്ക് ഉണ്ട് എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ വേണമെങ്കിൽ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ദർ ഇസ് എ ഫാക്ടർ. ഒരാൾ പോയാലോ ഉണ്ടാകുന്ന ഒരു വാക്കം ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ് പോയി കഴിയുമ്പോൾ പിന്നെ ആ പാർട്ടി പൂട്ടിക്കെട്ടണമല്ലോ. അങ്ങനല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം, താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പം ഇവിടെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണ്ടി നേതാവില്ലാതായിരിക്കുന്നു എന്ന് പറയുന്നത് അതൊരു ശരിയായ വാദമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഒരു ജനാധിപത്യ വിശ്വാസിയായ ഒരാളിൽ നിന്ന് വരുന്ന ഒരു വാദം, അത് നല്ല വാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിനകത്ത് തന്നെ ഞാൻ എടുക്കാം. നോക്കൂ, ഈ മൊണോപ്പൊളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ CPIMുമായിട്ട് മാത്രമുള്ള പ്രശ്നമാണോ? അല്ല. മലപ്പുറത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മലപ്പുറത്ത് അപ്പുറത്തോട്ട് വടക്കോട്ട് എങ്ങനെയാണ് കോൺഗ്രസ് ഇല്ലാതായി പോയത്? കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ ലീഗ് വിഴുങ്ങിയതാണ്. അവിടുത്തെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ മതി. അത് എന്നെക്കാട്ടിലും വൃത്തിയായിട്ട് സേനാപതി വേണുവിനറിയാം. ഈ പറയുന്ന മലപ്പുറം കഴിഞ്ഞ് നമ്മൾ തലയിലോട്ട് പോകുമ്പം, കേരളത്തിൻ്റെ മേളിലോട്ട് നോർത്തിലേക്ക് പോകുമ്പം, why the Congress party has become weak there? Because of the dominance of the Muslim League. അതാണ് അതിന് സംശയിക്കേണ്ട കാര്യമില്ല. അതൊരു സത്യസന്ധമായ കാര്യവുമാണ്. അടുത്തത് അദ്ദേഹം പറഞ്ഞു വേറൊരു വാദം. ഞാനത് പറഞ്ഞു തന്നെ പോകാമെന്ന് കരുതുന്നു. നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത് യഥാർത്ഥത്തിൽ CPIM വളരെ ധീരമായി ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച് ലീഗിനെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞ വാദമാണ്. ഇപ്പം അങ്ങനല്ല എന്ന് പറഞ്ഞു. ഇപ്പം വർഗീയത കളിക്കുന്നുണ്ട് എന്ന് പറയാനാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ, എൻ്റെ പ്രശ്നം അതല്ല. നമ്പൂതിരിപ്പാട് ഇത് പറഞ്ഞ് ലീഗിനെ മാറ്റി നിർത്തുമ്പം താങ്കൾ തന്നെ ഉപയോഗിച്ചൊരു പദപ്രയോഗം സംശുദ്ധ രാഷ്ട്രീയം എന്നുള്ളൊരു പ്രയോഗം താങ്കൾ ഉപയോഗിച്ചു. അപ്പം സംശുദ്ധമല്ലാത്ത നിന്ന ലീഗിനെ എന്തിനാണ് നിങ്ങൾ അന്ന് തലയിൽ വെച്ചുകൊണ്ട് നടന്നത്? ഈ പറയുന്ന നമ്പൂതിരിപ്പാട് വരെ ഒഴിവാക്കി മാറ്റി നിർത്തുമ്പം ലീഗ് എവിടെയാണ് നിന്നത്? ലീഗിൻ്റെ രാഷ്ട്രീയം അപ്പോഴും അപ്പുറത്തല്ലേ? ലീഗ് ഇപ്പുറത്തല്ലല്ലോ നിന്നേ. അപ്പം ഈ പറയുന്ന നമ്പൂതിരിപ്പാട് വളരെ കെയർഫുള്ളായി സെക്യുലർ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ ലീഗിനെ മാറ്റി നിർത്തുമ്പം സെക്യുലർ പാർട്ടിയായ കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ ചേർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പറഞ്ഞ വാദം ശരിയായില്ലേ? ആ വാദത്തിന് എന്താ തെറ്റ്? ആ വാദത്തിന് പ്രസക്തി ഉണ്ട്. അടുത്തത് ഈ പറഞ്ഞ ജലീലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ജലീൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഒരു
മതവുമായി ബന്ധപ്പെട്ട ഒരു മതത്തിനെ വലിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് എനിക്കൊരു കമൻറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു മതപണ്ഡിതൻ സ്വർണം കടത്തുകയും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെളിവ് നിങ്ങൾ അതിൽ പിടിച്ചാൽ ഞാൻ തരാനും തയ്യാറാണ്. അപ്പം ആർജവത്തോടു കൂടി ലീഗിൻ്റെ ആൾക്കാർ വന്ന് പറയണ്ടേ, നിങ്ങൾ പറയൂ, നമുക്ക് നോക്കാം, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളില്ല എന്ന് പറയാനുള്ളൊരു ആർജവം വേണ്ടേ? അല്ല, സാധാരണഗതിയിൽ ഇപ്പം എനിക്കെതിരെ നാളെ ഒരു ഉദാഹരണം, നിങ്ങൾ ആരോപണം ഉന്നയിക്കുകയാണ്, ഞാൻ ഇന്ന പോലെ സ്വർണ്ണ കടത്ത് സേനാപതി വേണു അങ്ങനെ പറയുമോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ. ശ്രീ സേനാപതി വേണു അങ്ങനെ പറയുമോ? ലീഗ് രണ്ട് കാര്യത്തിൽ ഞാൻ ഇടപെട്ടോട്ടെ. ഒന്ന് ബഹുമാന്യ ലാൽകുമാർ പറഞ്ഞതിൽ വസ്തുതാപരമായ ഒരു പിശക്. കാരണം 87 മാറ്റി നിർത്തിയ ലീഗ് എന്ന് പറയുന്ന അഖിലേന്ത്യാ ലീഗാണ്. സക്കറിയ സേട്ടിന്റെ പാർട്ടി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കാര്യമല്ല. അന്ന് ഇടതുപക്ഷത്തോടുണ്ടായിരുന്നത് അഖിലേന്ത്യാ ലീഗാണ്. കേരള കോൺഗ്രസിനോട് പറഞ്ഞത് നിങ്ങൾ പള്ളിയെ തള്ളി പറഞ്ഞിട്ട് വരണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് അന്നെടുത്ത ഒരു നിലപാട്, കാരണം ഞാനൊരു ഒരു പൊതുപ്രവർത്തകനും നമ്മളൊക്കെ ഒരു മതേതര വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ. അതുകൊണ്ടാണല്ലോ ഈ വർഗീയ ശക്തികൾക്കൊക്കെ എതിരെ അവരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ എതിർക്കാൻ നമ്മളെല്ലാവരും മുന്നിൽ നിൽക്കുന്നത്. അതിലിപ്പം കമ്മ്യൂണിസ്റ്റുകാർ എന്താ പറഞ്ഞ വർഗീയതയെ പൂർണ്ണമായിട്ട് താലോലിച്ചു അല്ലെങ്കിൽ ചേർന്നു എന്നുള്ള ഒരർത്ഥവും അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ, ഈ ലീഗ് കേന്ദ്രങ്ങളിലേക്കുള്ള നിങ്ങളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ അവിടെ ഒരു ഐഡിയോളജിക്കൽ ബേസ് നിങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ജനാധിപത്യത്തിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുക ബൈ വോട്ട്. അതാണല്ലോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അവിടെ എങ്ങനെ പോയി, എത്രമാത്രം പിന്നോക്കം പോയി, അതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് സംസാരിക്കുന്നത്. പിന്നെ വസീം പറഞ്ഞു, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ 47% ഉള്ളപ്പോ 33 കടന്നിരുന്ന LDF 43 44 ഒക്കെ ആയി. അത് പരിശോധിക്കണം. അത് വിടൂ. നമ്മൾ അജിംസ ഏറ്റവും അവസാനത്തതാണല്ലോ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തലായി, മാനദണ്ഡമായി, ബാരോമീറ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ അജിംസ് ഇവിടെ പറഞ്ഞപ്പോഴും ലാല് പറഞ്ഞപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ആ വിഭാഗത്തോട് ഈ മത നേതാക്കന്മാർ പറയണം. ഏത് വിഭാഗത്തോട്? അവിടെയാണെന്ന് ഞങ്ങളുടെ വിയോജിപ്പ്. അങ്ങ് പറഞ്ഞു ഞാൻ മുസ്ലിം ലീഗിന് വേണ്ടി. അതിൽ വി വസീഫ് ക്ലാരിഫൈ ചെയ്യും, ക്ലാരിറ്റി നൽകും. ശ്രീ വസീഫ്, പെട്ടെന്ന് നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ് ചുരുങ്ങിയ സമയത്ത്. അത് സേനാപതി വേണു, ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, ജലീൽ ഉദ്ദേശിക്കുന്നത് ജലീൽ പ്രതിനിധാനം ചെയ്യുന്ന മതത്തെയാണ്. ആ മതം മുസ്ലിം ലീഗിന് മാത്രം മുസ്ലിം ലീഗിന് മാത്രം ഒരു വല്ലാത്ത കുത്തക കൊടുത്ത മതമൊന്നുമല്ല. ജലീൽ വിശ്വസിക്കുന്ന, ജലീൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ചര്യകളും പാലിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ജലീൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കുറ്റകൃത്യങ്ങൾക്ക് മതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് വിമർശനം ഉന്നയിക്കാറ്. ഒരു കുറ്റകൃത്യത്തോടും ആരും സന്ധി ചെയ്യരുത്. കുറ്റകൃത്യം നടക്കുന്നത് ഇവിടെ കാസർഗോഡാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും അതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കും. നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിം ലീഗാണ് ഇതെന്തോ ഞങ്ങൾക്ക് നേരെയുള്ള ഒരു അക്രമമാണ് ഇത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മുസ്ലിം ലീഗ് അല്ല, അത് ഞങ്ങളുടെ മതത്തെയാണ് ഇവർ കോർണർ ചെയ്യുന്നത്, ഇവർ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ബോധപൂർവം പറയാൻ ശ്രമിക്കുന്നു. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലേക്കുള്ളൊരു ധ്രുവീകരണത്തിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോകരുത്. അങ്ങനെ ധ്രുവീകരണത്തിന് ആഗ്രഹിക്കുന്നത് RSS ആണ്. അങ്ങനെ ഒരു ധ്രുവീകരണത്തിന് വേണ്ടി കേരളത്തിൽ തക്കം പാത്തിരിക്കുന്ന RSSന് പിന്തുണ കൊടുക്കുന്ന തരത്തിലേക്ക് ഇതിനെല്ലാം വളച്ചൊടിച്ച് നിങ്ങൾ പോകരുത്. ഇതിനു മുമ്പും നിങ്ങൾ ബെന്നി ബെഹന്നാൻ കൊടുത്ത കത്തിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അന്ന് ഇല്ലാത്ത ഈ മതസ്നേഹം, മതസ്ഥാപനങ്ങളോടുള്ള സ്നേഹം ഇന്ന് മുസ്ലിം ലീഗ് പ്രതിപട്ടികയിൽ വരുന്ന സമയത്ത്, മുസ്ലിം ലീഗ് മറുപടി പറയേണ്ട സമയത്ത് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് സമയപരിമിതി നിങ്ങളുടെ സഖ്യകക്ഷികളെ കുറിച്ചുള്ള ജീർണിച്ച വാർത്തകൾ പുറത്തു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഞാൻ എൻ്റെ സ്ട്രെച്ചിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ആ പറഞ്ഞതിനകത്ത് പണ്ഡിറ്റ് നെഹ്റു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായിട്ടാണ് കണ്ടിരുന്നത്. ചത്ത കുതിര. അതാ പറഞ്ഞ ആ വർഗീയ പാർട്ടിയായിട്ട് കണ്ടിരുന്ന ആള് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോഴും നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ചേർന്നു. ആ ഭാഗം ഞാൻ വിട്ടുപോയി.
മനസ്സിലായത്? അതാ സംഭവിച്ചത് കേട്ടോ. അല്ലാതെ എനിക്ക് അത് connect ചെയ്ത് പറയാൻ പറ്റാത്ത കാര്യം അതാണ്. വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിക്കൂട്ടിലാകുന്നത് മുസ്ലിം ലീഗും ഉത്തരം പറയേണ്ടത് MK മുനീറുമാണ്. തീർച്ചയായും അതിന് തുടർന്നുള്ള മണിക്കൂറുകളിൽ കൂടുതൽ തെളിവുകളോടുകൂടി വാർത്തകൾ പുറത്തെത്തും എന്ന സൂചനയും പുറത്തെത്തിക്കഴിഞ്ഞു. എന്തായിരുന്നാലും ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ക്രിമിനൽ വൽക്കരണത്തെയും അതിനെ പ്രതിരോധിക്കുന്നതിനും മതത്തിൻ്റെയും ഏതെങ്കിലും വിഭാഗത്തിൻ്റെയും നിറം നൽകി ആക്രമിക്കുന്നത് ശരിയല്ല എന്നത് കൂടിയാണ് ഈ ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ഉയരുന്ന വാക്കുകൾ. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിനോടൊപ്പം നമസ്കാരം.